മ്യൂണിക്കിലെ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ യൂറോപ്പിനെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമ്പരപ്പിച്ചു എന്ന വാർത്ത വരുന്നു. റഷ്യയിൽ നിന്ന് തുടർന്നും ഇന്ത്യ ആയുധവും ഇന്ധനവും വാങ്ങുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അവിടെ പി ജെയിംസ് വീണ്ടും ചേരുന്നു. ജെയിംസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. എന്തായാലും നമ്മുടെ പരിണതപ്രജ്ഞനായ പരിചയസമ്പന്നായ വിദേശകാര്യ മന്ത്രിയാണ് നമുക്കുള്ളത്. എസ് ജയശങ്കറിന്റെ പ്രഖ്യാപനം എങ്ങനെയാണ് യൂറോപ്യൻ സമൂഹം സ്വീകരിച്ചത്? ഇത് രണ്ടാം തവണയാണ് യൂറോപ്യൻ രാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്ത് വരുന്നത്. ജർമ്മനിയിലെ മ്യൂണിക്കിൽ അന്താരാഷ്ട്ര സെക്യൂരിറ്റി കോൺഫറൻസ് നടന്നിരുന്നു. ലോകരാജ്യങ്ങളൊക്കെ പങ്കെടുത്തതാണ്. അവിടെ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് പങ്കെടുത്ത വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എടുത്തൊരു നിലപാട് യൂറോപ്യൻ രാജ്യങ്ങളെ വല്ലാതെ അമ്പരപ്പിച്ചു. അവർ പറഞ്ഞത്, റഷ്യയിൽ നിന്ന് എന്തുകൊണ്ട് ഇന്ധനം വാങ്ങുന്നു? ഈ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു, ഇന്ത്യ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് അപ്പുറത്ത് റഷ്യയുടെ കൂടെ ഇന്ധനം വാങ്ങുന്നത് ശരിയല്ല എന്ന നിലപാട്. ഇത് നേരത്തെ ഒരിക്കൽ പറഞ്ഞാണ്, പക്ഷേ ഇതിപ്പോൾ കുറച്ചുകൂടി തീവ്രമായിട്ടാണ് പറഞ്ഞത്. റഷ്യക്ക് നിങ്ങൾ എന്താണ് ചെയ്തത്? ഉക്രൈൻ യുദ്ധം വന്നപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക്, ഇവിടുത്തെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങാൻ തുടങ്ങി. അതോടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഉയർന്നു. നിങ്ങൾ ഞങ്ങളെക്കാൾ കൂടുതൽ പണം നൽകി പെട്രോൾ വാങ്ങിക്കുന്നുണ്ട്. ഞങ്ങൾ വാങ്ങിക്കുന്ന ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യയിൽ നിന്നൊക്കെ എണ്ണ കിട്ടാത്തൊരു അവസ്ഥയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വലിയ വിലയ്ക്ക് ഇത് വാങ്ങാൻ ഇന്ത്യക്ക് കഴിയില്ല. അതുകൊണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ത്യയുമായിട്ട് എത്രയോ കാലത്തെ ബന്ധമുണ്ട് സോവിയറ്റ് യൂണിയനും റഷ്യയ്ക്കും. അത് വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ എടുത്ത നിലപാട് തുടർന്ന് മുന്നോട്ട് പോകും. റഷ്യയുമായിട്ടുള്ള ബന്ധം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടുത്തെ ആണവ നിലയങ്ങൾ പരിശോധിക്കുന്നതടക്കം യുദ്ധം നിർത്തണമെന്നടക്കം ഇന്ത്യ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ യൂറോപ്പ് പറയുന്നത് ശരിയല്ല. യൂറോപ്പ് ഞങ്ങളുടെ മാർക്കറ്റിൽ കയറി എണ്ണ വാങ്ങിക്കൊണ്ട് പോകുന്നു, പക്ഷേ ഞങ്ങൾ അപ്പുറത്തുനിന്ന് വാങ്ങാൻ പാടില്ല എന്ന് പറയുന്നതിൽ യാതൊരു ന്യായവുമില്ല. എന്ന് മാത്രമല്ല, ചോദിച്ച വേറൊരു ചോദ്യം കൂടിയുണ്ട്. ചൈനയെ സംബന്ധിച്ച് ഇന്ത്യയുടെ നിലപാടാണോ യൂറോപ്യൻ രാജ്യങ്ങൾക്ക്? നിങ്ങൾ ചൈനയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു, വ്യാപാരം നടത്തുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവാണ്. ഞങ്ങളുടെ അതിർത്തിയിൽ ചൈന വന്ന് വലിയ സംഘർഷമുണ്ടാക്കിയിരിക്കുന്നു. വലിയ രീതിയിൽ ഞങ്ങളുടെ ഒരുപാട് പേര് സൈനികരെ കൊല്ലപ്പെട്ടു. ആ ഒരു അവസ്ഥയിൽ യൂറോപ്പ് എടുത്ത നിലപാട് എന്താണ്? യൂറോപ്പ് ഇന്ത്യയോടൊപ്പം നിന്നോ? പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ പാകിസ്ഥാൻ്റെ കൂടെയല്ലേ വെസ്റ്റേൺ രാജ്യങ്ങൾ നിന്നത്? ഈ തരത്തിൽ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള നയമുണ്ട്, യൂറോപ്പിന് യൂറോപ്പിൻ്റെ നയമാവാം. അല്ലാതെ ഈ തരത്തിൽ ഇന്ത്യയുടെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല എന്ന് യൂറോപ്യൻ രാജ്യങ്ങളോട് വെട്ടിത്തുറന്ന് ജയശങ്കർ സംസാരിച്ചു. ഒരുപക്ഷെ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ഏറ്റവും നല്ല വക്താവായിട്ട് അറിയപ്പെടുന്ന ആളാണ് ജയശങ്കർ. ജയശങ്കറിന് തൂവൽ എന്താ പറയുക, തലയിൽ ഒരു പൊൻതൂവൽ കൂടി ലഭിച്ചിരിക്കുന്നു. എസ്കേൻ ജെയിംസെ, ഈ മോർണിംഗ് ഷോ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് മുസ്തഫ പറഞ്ഞിരിക്കുന്നു പി ഒരു സകലകല വല്ലഭനാണ്, പി ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിക്ക് ഇനി നല്ലപോലെ ഉറങ്ങാമല്ലോ. ഇനി അതേസമയം ഒരു കാര്യം കൂടി മഞ്ജു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. പി ജെയിംസ് സാറിനെ അന്വേഷിച്ചു എന്ന് പറയണം. സംസ്ഥാന സമ്മേളനത്തിൽ വന്നപ്പോൾ പി സാർ എന്നെയും മക്കളെയും കണ്ടാൽ അമ്മയും മക്കളുമാണെന്ന് പറയേയില്ല എന്ന് പറഞ്ഞു. പിയുടെ ഓരോരോ കാര്യങ്ങൾ. താങ്ക് യു പി ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി പി ജെയിംസ് നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ ചേരും.